നമസ്കാരം. റാഫ് ടോക്ക് മലയാളത്തിലേക്ക് അവർക്കും സ്വാഗതം. കേരള ബ്ലാസ്റ്റേഴ്സ് പഞ്ചാബ് എഫ്.സിക്കെതിരെ വിജയിച്ച് കയറിയത് തീർച്ചയായും കൈയടിക്കേണ്ട ഒരു കാര്യമാണ്. കാരണം 1-0 വിജയം. ഇപ്പോൾ ചില കമൻറ്റുകൾ നമ്മുടെ മാച്ച് റിപ്പോർട്ടിന് താഴെ എന്തോ ഭാഗ്യത്തിന് ജയിച്ചു എന്നൊക്കെ കാണുന്നുണ്ട്. പക്ഷേ കളി അറിയാവുന്നവർക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം 2 റെഡ് കാർഡ് കിട്ടിയ ടീം പിന്നെ എങ്ങനെ കളിക്കുമെന്നാണ് നിങ്ങൾ വിചാരിക്കുന്നത്? ആ ഒരു ഗോളിൻ്റെ ലീഡ് എന്നിട്ടും സംരക്ഷിച്ച് നിർത്തിയില്ലേ, വിജയിച്ച് കയറിയില്ലേ? അത് തന്നെയാണ് പ്രധാനപ്പെട്ട കാര്യം. മനോഹരമായി കളിച്ച് തോൽക്കുന്നതിനേക്കാൾ നല്ലത് ഇങ്ങനെ സാഹചര്യത്തിനനുസരിച്ച് മാറി വിജയിച്ച് കയറി 3 പോയിന്റ് സ്വന്തമാക്കുന്നത് തന്നെയാണ്. എല്ലാവരും കൂടി ഇറങ്ങി ഡിഫെൻഡ് ചെയ്ത് ആ ഒറ്റ ഗോളിൻ്റെ ലീഡ് നിലനിർത്തി ടീമിനെ വിജയത്തിലേക്ക് കൊണ്ടുപോയി. അതിലെടുത്തു പറയേണ്ട 1-2 താരങ്ങളുണ്ട്. അവരെക്കുറിച്ചാണ് നമ്മൾ ഈ വീഡിയോയിൽ സംസാരിക്കുന്നത്. തീർച്ചയായിട്ടും സച്ചിൻ സുരേഷ് ഒരുപക്ഷെ അദ്ദേഹത്തിൻ്റെ ഈ സീസണിലെ ഏറ്റവും മികച്ച പ്രകടനം പുറത്തെടുത്ത ദിവസമാണിത് എന്ന് തന്നെ പറയേണ്ടി വരും. അദ്ദേഹത്തിന് sofascore.com നൽകിയിട്ടുള്ള റേറ്റിംഗ് 7.5 90 മിനിറ്റ് കളിച്ചതിൽ 2 സേവുകളും 2 പഞ്ചുകളും അദ്ദേഹം നടത്തി. 2 ഹൈ ക്ലെയിംസ്, അതുപോലെ തന്നെ ഇൻസൈഡ് ദി ബോക്സിൽ നിന്ന് ഒരു സേവ് ഉണ്ടായിരുന്നു. 44 ടച്ചുകൾ, 33 പാസുകൾ കൊടുത്തിൽ 20 എണ്ണം ആക്യുറേറ്റ് ആയി. 20 ലോങ് ബോളുകൾ അദ്ദേഹം കൊടുത്തു. അതിൽ 7 എണ്ണം ആക്യുറേറ്റ്, 2 ക്ലിയറൻസുകൾ, ഒരു ഗ്രൗണ്ട് ഡ്യുവൽ അദ്ദേഹം വിജയിച്ചു. അങ്ങനെ സച്ചിൻ മികച്ച പ്രകടനം തന്നെയാണ് ഇന്നത്തെ ദിവസം നടത്തിയത്. പിന്നെ നവോച്ചയുടെ കാര്യം അത് നമ്മൾ മറക്കാൻ പാടില്ല. അതോടൊപ്പം തന്നെ ഇന്നത്തെ താരം മധ്യനിരയിലെ ആ ഒരു അണ്ടർ റേറ്റഡ് പ്ലെയർ, അങ്ങനെ തന്നെ പറയണം ഫ്രെഡിയെക്കുറിച്ച്. എന്തൊരു പ്രകടനമാണ് അദ്ദേഹം ഇന്ന് പുറത്തെടുത്തിരിക്കുന്നത്. ഇന്ന് 9 ഡ്യുവൽസ് അദ്ദേഹം നടത്തിയതിൽ 5 എണ്ണം വിൻ ചെയ്തു. 2 ടാക്കിളുകൾ, അതിലൊന്ന് വിൻ ചെയ്തു. 10 തവണ അദ്ദേഹം എതിരാളികളിൽ നിന്ന് പൊസഷൻ പിടിച്ചെടുത്തു. 8 പാസുകൾ അദ്ദേഹം ഫൈനൽ തേർഡിലേക്ക് കൊടുത്തു. 69 ടച്ചുകൾ. ഒന്നുകൂടി വിശദമായിട്ട് നമ്മൾ കാര്യങ്ങളിലേക്ക് പോയാൽ അദ്ദേഹത്തിൻ്റെ പ്രകടനത്തിന് ഇപ്പോൾ sofascore.com നൽകിയ റേറ്റിംഗ് 7.1 ആണ്. 90 മിനിറ്റ് കളിച്ച താരം, 69 ടച്ചുകൾ, 48 പാസുകളിൽ 36 എണ്ണം ലക്ഷ്യത്തിലേക്ക്, 2 ക്രോസുകൾ കൊടുത്തു, 8 ലോങ് ബോളുകൾ കൊടുത്തു. ഒരു ഷോട്ട് അദ്ദേഹത്തിൻ്റെ ഒരു ഷോട്ട് ബ്ലോക്ക് ചെയ്യപ്പെട്ടു. 2 ഡ്രിബ്ലിംഗ് അറ്റംപ്റ്റുകൾ, 1 സക്സസ്ഫുള്ളായി. 6 ഗ്രൗണ്ട് ഡ്യുവൽസിൽ 4 എണ്ണം വിൻ ചെയ്തു. 3 ഏരിയൽ ഡ്യുവൽസിൽ 1 വിൻ ചെയ്തു. അങ്ങനെ ടോട്ടൽ 9 ഡ്യുവൽസിൽ 5 എണ്ണം അദ്ദേഹം വിൻ ചെയ്തു. അദ്ദേഹത്തെ ഒരു തവണ ഫൗൾ ചെയ്യപ്പെട്ടു. 2 ക്ലിയറൻസുകൾ, 2 ഷോട്ടുകൾ എതിരാളികളുടെ അദ്ദേഹം ബ്ലോക്ക് ചെയ്തു. 2 ഇൻ്റർസെപ്ഷൻസ്, 2 ടാക്കിളുകൾ. അങ്ങനെ തന്നെ ഏൽപ്പിച്ച ജോലി ഏറെ മനോഹരമായിട്ട് അദ്ദേഹം ഇന്നത്തെ ദിവസം ചെയ്ത് തീർത്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ നവോച്ചയുടെ കാര്യം കൂടി നമ്മൾ പറയേണ്ടതുണ്ട്. നവോച്ചയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഇന്ന് 4 ടാക്കിളുകൾ നടത്തി, 3 എണ്ണം വിൻ ചെയ്തു. 13 ഡ്യുവൽസിൽ 9 എണ്ണം വിൻ ചെയ്തു. 2 ഡ്രിബ്ലിംഗ് അറ്റംപ്റ്റ്, 2ഉം സക്സസ്ഫുള്ളായി. 4 തവണ അദ്ദേഹം പൊസഷൻ വിൻ ചെയ്തു. 11 പാസുകളാണ് അദ്ദേഹം ഫൈനൽ തേർഡിലേക്ക് കൊടുത്തത്. 62 ടച്ചുകൾ. അദ്ദേഹത്തിൻ്റെ ഭാഗത്തും മികച്ച പ്രകടനമാണ് കണ്ടത്. അദ്ദേഹത്തിന് ഇപ്പം sofascore.com നൽകിയിരിക്കുന്ന റേറ്റിംഗ് 7.2 ആണ്. ചുരുക്കത്തിൽ ഈ താരങ്ങളെല്ലാവരും ചേർന്നുകൊണ്ട് ഒത്തൊരുമയോടെ നിന്നപ്പോഴാണ് 9 പേരായി ചുരുങ്ങി എന്നുള്ള ഡിസ്അഡ്വാൻറ്റേജ് ഒക്കെ അങ്ങ് മറികടന്ന് കേരള ബ്ലാസ്റ്റേഴ്സ് വിജയിച്ച് കയറിയത്. ഇത് ടീം സ്പിരിറ്റിൻ്റെ വിജയമാണ്. ടീം സ്പിരിറ്റിൽ പൂത്ത വിജയം. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് എത്താം.